ചരിത്രത്തിലാദ്യമായി പ്രതിരോധ സഹകരണ കരാറിൽ ഒപ്പിട്ട് ഇന്ത്യയും ശ്രീലങ്കയും 2 ദിവസത്തെ സന്ദർശനത്തിനായി ശ്രീലങ്കയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരകുമാര ദിസനായകയും തമ്മിൽ നടത്തിയ ചർച്ചയിലാണ് ധാരണയായത്. അനുരകുമാര ദിസനായകെ ശ്രീലങ്കൻ പ്രസിഡന്റായതിനു ശേഷം ശ്രീലങ്ക സന്ദർശിക്കുന്ന ആദ്യ വിദേശ ഭരണാധികാരിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിരോധ രംഗത്ത് ഇതാദ്യമായി ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പിട്ട നിർണായക കരാറിൽ സംയുക്ത സൈനികാഭ്യാസം, പരിശീലനം എന്നിവ ഉൾപ്പെടുന്നു. ട്രിങ്കോമാലിയെ പ്രധാന ഊർജ്ജ ഹബ്ബായി മാറ്റുന്നതാണ് മറ്റൊരു കരാർ. ശ്രീലങ്കയുടെ കിഴക്കൻ മേഖലയ്ക്കായുള്ള ഇന്ത്യയുടെ ധനസഹായത്തിന് ധാരണയായി. ഊർജ്ജ സുരക്ഷ, ആരോഗ്യം, വ്യാപാരം, ഡിജിറ്റലൈസേഷൻ എന്നിവയിലെ സുപ്രധാന പങ്കാളിത്തമടക്കം ഉഭയകക്ഷി കരാറുകളിൽ ഒപ്പിട്ടു. ഇരു നേതാക്കളും ചേർന്ന് സാംപൂർ സൗരോർജ്ജ പദ്ധതിക്ക് വെർച്വലായി തറക്കല്ലിട്ടു. ശ്രീലങ്കയിൽ പിടിയിലായ തമിഴ് മത്സ്യത്തൊഴിലാളികളുടെ മോചനത്തിനൊപ്പം അവരുടെ ബോട്ടുകൾ വിട്ടു നൽകാനും ധാരണയായെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. ശ്രീലങ്കയുടെ ഭൂമി ഇന്ത്യാവിരുദ്ധ പ്രവർത്തനത്തിന് ഉപയോഗിക്കാൻ അനുവദിക്കില്ലെന്ന ദിസനായകയുടെ പ്രസ്താവന ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നിലനിൽക്കുന്ന ദൃഢമായ ബന്ധത്തിനും വിശ്വാസത്തിനും തെളിവാണെന്ന് പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. തായ്ലൻഡിൽ നടന്ന 6ാമത് ബിംസ്റ്റെക് ഉച്ചകോടിക്ക് ശേഷം ഇന്നലെ വൈകിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രീലങ്കയിൽ ദ്വിദിന സന്ദർശനത്തിനായി എത്തിയത്. വിമാനത്താവളത്തിൽ മോദിയെ സ്വീകരിക്കാൻ വിദേശകാര്യമന്ത്രി വിജിത ഹെറാത്ത് അടക്കം 5 മന്ത്രിമാർ എത്തിയിരുന്നു. കൊളംബോയിലെ ഇൻഡിപെൻഡൻസ് സ്ക്വയറിൽ പ്രധാനമന്ത്രിയെ പ്രസിഡന്റ് ദിസനായകെ സ്വീകരിച്ചു. വിദേശരാഷ്ട്ര തലവന് നൽകുന്ന ശ്രീലങ്കയുടെ പരമോന്നത ബഹുമതി മിത്രവിഭൂഷണ നരേന്ദ്രമോദിക്ക് പ്രസിഡന്റ് സമ്മാനിച്ചു. ചൈനയുമായി പ്രതിരോധ, വ്യാപാര വിഷയങ്ങളിൽ ശ്രീലങ്ക കൂടുതൽ അടുത്ത ബന്ധം സ്ഥാപിച്ചു വരുന്ന പശ്ചാത്തലത്തിലാണ് നരേന്ദ്രമോദിയുടെ ശ്രീലങ്കൻ സന്ദർശനം. റിസർച്ച് ഡെസ്ക് 24.